അങ്ങനെ നമ്മൾ മധുര ജല്ലിക്കെട്ടെല്ലാം കണ്ടു. ഈടെ കൊണ്ട് ചത്ത് രക്ഷപ്പെട്ട് ജീവനോടെ തിരിച്ചു വരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു, ബിരിയാണി കഴിച്ചു, നല്ല ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞ് മധുരൈ സ്പെഷ്യലായ ഒരു ജിഗർ തന്നെ കുടിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വരുമ്പോൾ തിരുനെൽവേലി ഹൽവ കഴിക്കണം, തിരുനെൽവേലി ഹൽവ കഴിക്കണം, വാങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് പോവാറ്. പക്ഷെ ഒരിക്കലും നടക്കാറില്ല. തിരിച്ച് വരുമ്പോഴേക്കും എങ്ങനെയും വീടെത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കരുതും തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന്. പക്ഷെ തിരിച്ച് വരുമ്പോൾ കരുതും എങ്ങനെയും വീടെത്തിയാൽ മതി എന്ന് കരുതിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോവില്ല. നമ്മളൊന്നും ഈ ടൗൺ ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്. NH കയറി പോകുമ്പോൾ ടൗൺ ടച്ച് ചെയ്യാതെയല്ലേ പോകുന്നത്. അപ്പോൾ ടൗൺ ടച്ച് ചെയ്യാനായിട്ട് വീണ്ടും പിന്നെ ഒരു 7-8 കിലോമീറ്റർ ടൗണിലേക്ക് നമ്മൾ പോകേണ്ടി വരും, ഉള്ളിലേക്ക്. മിക്കവാറും വരുന്ന സമയങ്ങളിൽ ഈ തിരക്കുള്ള സമയത്തായിരിക്കും നമ്മൾ വരുന്നത്. പിന്നെ അങ്ങ് നമ്മൾ മടിക്കും കേട്ടോ. ഇന്നിപ്പോൾ വേറെ ഒരു പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ട് എന്തായാലും തിരുനെൽവേലിയിൽ കയറി തിരുനെൽവേലി ഹൽവ കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് കരുതി. കുറച്ച് വീട്ടിലത്തേക്ക് വാങ്ങാമെന്നുകൂടി കരുതിയേ. അപ്പോൾ തിരുനെൽവേലി എത്താറാവുമ്പോഴേ നമുക്കറിയാം, വിൻമില്ലിൽ നിന്ന് ഇങ്ങനെ കറങ്ങുന്ന കാണുമ്പോഴേ മനസ്സിലാക്കാം തിരുനെൽവേലി എത്താറായി എന്നുള്ളത്. ഇത് അച്ഛനാട്ടോ വീഡിയോ എടുത്തു തരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഫോണ് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എടുക്കുന്നത് കേട്ടോ. കുറേ നാളുണ്ടായിരുന്നു ഞാനിവിടെ തിരുനെൽവേലി, ഞാനും അച്ഛനും തിരുനെൽവേലി തൂത്തുക്കുടി കുറേ നാളുണ്ടായിരുന്നു. ഒരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടായിട്ട് ഞങ്ങൾ ഇവിടെ കുറേ നാൾ ഞാനും അച്ഛനാണ് എന്നോടൊപ്പം ലൊക്കേഷനിൽ എപ്പോഴും വരാറ്. അപ്പോൾ അച്ഛനും ഞാനും കൂടി കുറേ നാളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മറന്നു കേട്ടോ, എങ്ങോട്ടായ ഏതാന്നൊക്കെ ഉള്ളത്. അത് ഓട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്താണ് ആ മൂവി ഷൂട്ട് നടന്നത്. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തിരുനെൽവേലിയിലെ ഫേമസ് ഹൽവ കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ഹൈവേന്ന് കട്ട് ചെയ്ത് തിരുനെൽവേലി ടൗണിലേക്കുള്ള റോഡ് കയറിയിട്ടുണ്ട്. അങ്ങനെ മാപ്പിട്ട് പോയപ്പോഴേക്കും സച്ചു കേട്ടോ മാപ്പിട്ടത് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. നല്ല ഒരു വലിയ കിടില അമ്പലം. പക്ഷെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ. നെല്ലിയപ്പർ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഇവിടെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അമ്പലത്തിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു അമ്പലത്തിനടുത്ത് വന്നിട്ട് കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. ഇരുട്ടുക്കടൈ ഹൽവ ഷോപ്പ്, അതാണ് തിരുനെൽവേലിയിലെ ഫേമസ് ഹൽവ ഷോപ്പ് എന്ന് ഗൂഗിൾ റിവ്യൂവിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാർ കുറച്ച് ദൂരം ഞങ്ങൾ പാർക്ക് ചെയ്ത്, കാരണം ഈ അമ്പലം കണ്ടപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോയാൽ പാർക്ക് ചെയ്യാൻ പറ്റുമോ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് പ്രത്യേകം മാറ്റി പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ നടക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ഹൽവ. ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഇലയിൽ ചൂടോട് ഹൽവ തരും, അത് കഴിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഹൽവ ചൂട് ഹൽവ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കട കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടായതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്ന് പോവുകയാണ്. ഈ സ്ട്രീറ്റ് നിറയെ ഇങ്ങനെ ചൂട് ഹൽവ കൊടുക്കുന്നുണ്ട്. അത് വാഴയിലയിൽ ഇങ്ങനെ ചൂടോടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നതാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്ന കട ഇതല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നേക്ക് പോവുകയാണ്. പോകുമ്പോഴേക്കും ഇങ്ങനെ ചൂട് വടയൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി, അത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു നല്ല രസം കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ചായയും വടയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കുറച്ചുകൂടെ മുന്നിലോട്ട്. അമ്പലത്തിന് തൊട്ട് ചേർന്നാണ് ഈ കട കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴും ഒന്നും നമ്മൾ ഈ ടെമ്പിളിൻ്റെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, എങ്ങനെയാണോ എന്താ അറിയില്ല. പക്ഷെ എന്തായാലും ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അമ്പലമുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. പെട്ടെന്ന് അതിശയിച്ചു കേട്ടോ. എത്രയും നല്ല വലിയ അമ്പലം കേട്ടോ. ശിവൻ്റെ പ്രതിഷ്ഠയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് വന്നു, അതുകൊണ്ട് പിന്നെ ആർക്കും കയറാനും പറ്റില്ല, ഇങ്ങനെ വിഷമിച്ച് വരിക എന്നേ ഉള്ളൂ. അപ്പോൾ പൊങ്കലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സ്ട്രീറ്റിൽ ഒരുപാട് കടകളെല്ലാം നിറയെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിൽ നിറയെ പാത്രക്കടകളും കുപ്പിവളയുടെ കടകളും പിന്നെ പഴയ തുണികൾ കൊണ്ടിട്ട് മാറ്റി വാങ്ങുന്നതാണോ ഇങ്ങനെ തൂക്കി വിൽക്കുന്നതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, തൂക്കി കൊടുക്കുന്നതാണോ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. നിറയെ പഴയ തുണികൾ വിൽക്കുന്നത് കണ്ടായിരുന്നു. എന്താണ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ആ അമ്പലത്തിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഇത് തിരുനെൽവേലി ടൗണാട്ടോ. ടൗണിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ അമ്പലത്തിൻ്റെ ആർച്ചെല്ലാം കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും അടുത്തായിരുന്നു എന്നുള്ളത് കാണും തോറും വീണ്ടും വിഷമം തോന്നുകയാണ്. കാരണം ഇത് അങ്ങനെ നടന്ന് അമ്പലം ഇറങ്ങിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞങ്ങളിങ്ങനെ തിരിഞ്ഞു പോയി. ആ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഹൽവ ഷോപ്പുള്ള ഇരുട്ടുക്കടൈ ഹൽവ ഷോപ്പാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. മറ്റുള്ള കടകളിൽ അനൗൺസ് ചെയ്ത് വിളിക്കുന്നുണ്ടെങ്കിലും ആ കടകളിലൊന്നും കാണാത്ത തിരക്ക് ഈ കടയിൽ നീണ്ട ക്യൂവും അടിയും ഇടിയും കേട്ടോ. ഈശ്വര, വീണ്ടും അടിയും ഇടിയും കൊള്ളണമെന്ന് കരുതി പോവുകയാണ്. പക്ഷെ അത്രയ്ക്കും വേണ്ടി ഇടി കൊള്ളാനൊന്നുമില്ല, നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലേഡീസിൻ്റെ ക്യൂ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ സച്ചിനോട് പറയും മാറി നിൽക്കുക, ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്യൂവിൽ കയറി. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഇലയിൽ കിട്ടുന്ന ഹൽവ
ആയിട്ടില്ല, കുറച്ച് സമയം എടുക്കും. പാക്കറ്റ് ഹൽവയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. പിന്നെ പാക്കറ്റ് ഹൽവയെങ്കിൽ പാക്കറ്റ് ഹൽവ, ഇത്രയും വലിയൊരു ഫേമസ് ക്യൂ നിന്ന് ആൾക്കാരൊക്കെ വാങ്ങണമെങ്കിൽ അതിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് കരുതി. അപ്പോൾ 1 കിലോ 380 രൂപയാണ് ഇവിടുത്തെ വില. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും റേറ്റ് കുറവാട്ടോ. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലും. ഈ തിരക്കും അനുഭവപ്പെടുമ്പോൾ മനസ്സിലാക്കാം നല്ല ഹൽവ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ കേട്ടോ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ കിടിലം ടേസ്റ്റ് ആയിരുന്നു. തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഇലയിൽ കൊടുക്കുന്ന കടയിൽ നിന്ന് കുറച്ച് ഇലയിൽ നിന്ന് വാങ്ങി കഴിച്ചു. അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കൊടുത്താലും കുഴപ്പമില്ല. ഇവിടുത്തെ ഹൽവയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. മറ്റുള്ള കടയിൽ ഞാൻ ടേസ്റ്റ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത്. അവിടുത്തെ കടയിലെ ഹൽവയും ഈ കടയിലെ ഹൽവയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 1 കിലോ 380 രൂപയാണ്. ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പാക്കറ്റ് ഹൽവ എല്ലാം വാങ്ങി. ഇലയിൽ ചൂടോടെ തരുന്ന ഹൽവ വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുകൂടി നമ്മൾ നിന്നാൽ വീണ്ടും ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ നിന്നില്ല. കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. 3/4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് അതുകൊണ്ടാണ് പാക്കറ്റ് ഹൽവ എല്ലാം വാങ്ങി നമ്മൾ തിരിച്ചു പോകാമെന്ന് കരുതി. അങ്ങനെ പാക്കറ്റ് ഹൽവ എല്ലാം വാങ്ങിയിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ വന്നത്. ഒരു 5:30-6 മണിയാവും കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും. അങ്ങനെ തൊട്ടടുത്തൊരു ശരവണ ഭവൻ ഉണ്ടായിരുന്നു. അവിടെ കയറി ചായ കുടിക്കാനായിട്ട് എല്ലാവരും ഭയങ്കര വിഷമത്തിലാട്ടോ. കാരണം ഇലയിൽ കിട്ടുന്ന ഹൽവ കഴിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ ഇല്ലയെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഇനിയിപ്പോൾ ഇലയിലില്ലെങ്കിൽ ഇല്ല, പാക്കറ്റ് വാങ്ങിയില്ല, അത് ടേസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞാൻ. പക്ഷേ സച്ചു ഭയങ്കരമായിട്ട് വിഷമിച്ച് പോയി കേട്ടോ. ഇലയിൽ കിട്ടുന്ന ഹൽവ കഴിക്കാൻ ഇത്രയും ദൂരം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ ഹൽവ നമുക്ക് എവിടെയും കിട്ടുമല്ലോ. ഈ തിരുനെൽവേലി ഹൽവ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടില്ലേ, വാങ്ങില്ലേ, ഒന്നുമല്ല കേട്ടോ. ആ ടേസ്റ്റാണ് മറ്റുള്ള ഹൽവ. പക്ഷേ ഈ ഇരുട്ടുക്കട ഹൽവ വെരി സ്പെഷ്യലാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റുള്ള ഹൽവയെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര നെയ്യ്, എണ്ണ, അതിൻ്റെ കളിയുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും ടേസ്റ്റ് വൈസ് ഇത് സൂപ്പറായിരുന്നു. അങ്ങനെ ഇരുട്ടുക്കട ഹൽവ എല്ലാം വാങ്ങിയ ശേഷം ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരവണ ഭവൻ കണ്ടു. അവിടെ ഞാനും ചീമയും അച്ഛനും ഓരോ കോഫി പറഞ്ഞു, സച്ചും ഏട്ടനും ചായ പറഞ്ഞു കേട്ടോ. തമിഴ്നാട്ടിലെ കോഫിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. സ്പെഷ്യലി ഈ ശരവണ ഭവനിലെ കോഫിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മൾ അകത്ത് കയറില്ല, ഉള്ളിൽ കയറിയില്ല. ഇങ്ങനെ ഒരു ടീ ഷോപ്പ് ഇങ്ങനെ സൈഡിലുണ്ടായിരുന്നു. അവിടെയാണ് ഓർഡർ ചെയ്തത്. ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു കോഫി. ഇന്ന് രാവിലത്തെ കോഫിയും കൊള്ളത്തില്ല, ഇന്ന് വൈകിട്ടത്തെ കോഫിയും കൊള്ളത്തില്ല. ഇവിടുത്തെ തമിഴ്നാട്ടിലെ കോഫിയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, സത്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ശരവണ ഭവനൊക്കെ അങ്ങനെ ആയിരിക്കില്ല എന്ന് വെച്ചാണ് ഞാനും ചീമയും അച്ഛനൊക്കെ കോഫി പറഞ്ഞത്. പക്ഷെ കുളമായിരുന്നു. അച്ഛൻ കുറച്ച് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞ കോഫി നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. മധുരവും കയ്പും ഒക്കെ ആയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അഴുക്ക കോഫിയായിരുന്നു. ഞാനും ചീമയൊക്കെ കുറച്ച് കുടിച്ചിട്ട് ബാക്കി കളഞ്ഞായിരുന്നു. അത്രയ്ക്ക് വൃത്തികെട്ട കോഫി. ചായയും കൊള്ളത്തില്ല എന്ന് പറയുന്നത് കേട്ടോ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. കാരണം ചായ എന്ന് പറയുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നിന്ന് കോരി ചായ ഒഴിക്കുന്നുണ്ടോ, അത് മിക്സ് ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡയറക്റ്റ് ചായ ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചായയുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. പക്ഷേ കോഫി പണി കിട്ടുമെന്ന് കരുതിയില്ല. കോഫി കൊള്ളത്തില്ലായിരുന്നു. എന്ത് പറയാനാ. പിന്നെ അവിടെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ചൂടോടെ വടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അങ്കിളുടെ കടയിൽ നിന്ന് ലൈവായിട്ട് വട ഉണ്ടാക്കിയിട്ടുണ്ടെന്നില്ലേ, വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ കരുതി കേട്ടോ. പക്ഷേ ചായ കുടിച്ചപ്പോഴേ നമ്മുടെ മൂടങ്ങ് പോയി. പിന്നെ വടയൊന്നും കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. ആർക്കും വയറൊക്കെ അതെല്ലാവരും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആർക്കും കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ വടയൊന്നും വാങ്ങിയില്ല. ഏട്ടനാണെങ്കിൽ ഒരു സമാധാനം തരുന്നില്ല. വാ നമുക്ക് നടന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുടിച്ചുകൊണ്ടുവന്നു. ഞങ്ങൾ നടന്ന് ചായ കുടിച്ചു കേട്ടോ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നാഗർകോവിൽ വരെ ഹൈവേ റോഡുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഗർകോവിൽ ടൗൺ വഴിയൊക്കെയാണ് പോകുന്നത്. ഭയങ്കര റഷ് കേട്ടോ. നമ്മൾ ചവിട്ടിയാലും നീങ്ങത്തില്ല, സമയത്ത് വീടെത്തൂല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടൻ വായോ പോവാം നടന്ന് കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ 5:30-6 മണിയായി. നാഗർകോവിൽ വരെ നമ്മൾ സ്മൂത്തായിട്ട് എത്തും. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് വലിയ പാട്. അങ്ങനെ ചായയും കോഫിയൊക്കെ കുറച്ച് കുടിച്ചിട്ട് ഞാനും ചീമയും അവിടെ കളഞ്ഞിട്ട് വന്നു. അടുത്ത് നമ്മൾ ഇലയിൽ കിട്ടുന്ന ഹൽവ അന്വേഷിച്ച് നടക്കുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നിറയെ കടകൾ കണ്ടു. അങ്ങോട്ട് പോയപ്പോഴേക്കും നിറയെ കടകൾ കണ്ടു. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കടകളൊന്നും കാണാനില്ല ഇലയിൽ കൊടുക്കുന്ന. അങ്ങനെ അന്വേഷിച്ച് ഒരു കട കിട്ടി. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഹൽവ വാങ്ങി കഴിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിച്ച ഹൽവ നമുക്ക് അപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഹൽവയാണ് സൂപ്പർ ഹൽവ. ഇവിടെ നിന്നും പിന്നെ അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നതല്ലേ, ഇതവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നും ഹൽവ വാങ്ങാമെന്ന് കരുതി 2 പാക്കറ്റ് ഹൽവ ഇവിടെ നിന്നും വാങ്ങി. സച്ചു ഇലയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയി എവിടെയോ ചെന്ന് സച്ചുവും അതുപോലെ ഇലയിൽ കിട്ടിയില്ല. ഒരു പാക്കറ്റ് ഹൽവയും വാങ്ങിച്ചിട്ട് സച്ചുവും വന്നായിരുന്നു. ഇലയൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇലയിൽ വേണമെങ്കിൽ നമുക്ക് വച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സച്ചു അവിടെയും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കടയിൽ മാത്രമേ ഇലയിൽ കിട്ടിയുള്ളൂ. ആക്ച്വലി ഇത് അവർ ടേസ്റ്റ് ചെയ്യാൻ തരുന്നതാണ്. പക്ഷെ കൊള്ളായിരുന്നു. നമ്മുടെ ഇരുട്ടുക്കട ഹൽവയെ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അവിടുത്തെ ടേസ്റ്റ് ചെയ്തില്ല. വീട്ടിൽ ചെന്ന ശേഷം ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഹൽവ എല്ലാം വാങ്ങിയിട്ട് എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്തു. എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി ഒരു കടയിലും ഇറങ്ങുന്നില്ല കേട്ടോ, നേരെ വീട്ടിലേക്കാണ്. പോകും വഴി ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണം. വേദ നോക്കിയിരിക്കും കേട്ടോ. വേദ സ്കൂളിൽ നിന്ന് വന്നിടം മുതൽ അമ്മ പൊയ്ക്കോ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വിളിയോട് വിളിയാണ്. എപ്പോൾ വരും എപ്പോൾ വരും, എന്ത് വാങ്ങിയിട്ട് വരും എന്നൊക്കെ ചോദിച്ചിട്ട് വിളിയാണ്. അപ്പോൾ പിന്നെ വേദയ്ക്കല്ല നമുക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങണം. ഫുഡെല്ലാം വാങ്ങിയിട്ട് പോകാമെന്ന് എഴുതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഗർകോവിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നീക്കിയിട്ട് നീങ്ങുന്നില്ല. 9 മണിയായപ്പോഴും നമ്മൾ പാറശാല എത്തിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഓർഡർ ചെയ്ത് കൊടുക്ക്, നമുക്കിവിടെ ഉള്ളത് ഫുഡ് ഓർഡർ ചെയ്യും, നമുക്ക് ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേദയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തു. കൂട്ടത്തിൽ നമുക്കുള്ള ഫുഡുണ്ട് കേട്ടോ, എല്ലാം കൂടി സ്വിഗ്ഗിയിൽ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. അവിടെ ചെന്ന് ആണ് കഴിച്ചത് കേട്ടോ. ഓർഡർ ചെയ്തപ്പോൾ അവിടെ ഫുഡ് 9:30 ആയപ്പോൾ കിട്ടി. വേദ കഴിച്ചിട്ടിരുന്നു. എന്നിട്ട് വേദയോട് ഞാൻ അടുത്ത ദിവസം സ്കൂളുണ്ട് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വേദ അങ്ങനെ ഇരുന്നു. ഞങ്ങൾ വരുന്നത് വരെ ഇരുന്നു. 10 മണിയായപ്പോഴൊക്കെ ഞങ്ങൾ എത്തി. 10:10 എത്തി. 11 മണി 12 മണി വരെ ഇടി കൊണ്ട കാര്യവും ശ്വാസം മുട്ടിയ കാര്യവും ഒക്കെ അമ്മയോട് പറഞ്ഞ് ചിരിച്ച് 11 മണി വരെ ഇരുന്നു. വേദയും ഒപ്പത്തിനിരുന്നു കേട്ടോ. പോയി കിടന്ന് ഉറങ്ങി, നാളെ സ്കൂളുണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവളും കൂടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം കേട്ട ശേഷം പോയി കിടന്ന് പിന്നെ ഉറങ്ങി. ഫുഡ് ഞങ്ങൾ ഇറാനിയിൽ നിന്ന് പൊറോട്ടയും അൽഫാമും ചീമയ്ക്ക് ഒരു ഷവർമ്മയും ഒക്കെയാണ് വാങ്ങിയത്. ചീമ ഷവർമ്മ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഷവർമ്മയൊക്കെ വാങ്ങി. അതാണ് നൈറ്റ് കഴിച്ചത്. അതൊന്നും പിന്നെ ചെന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സമയവും സന്ദർഭവും വയ്യ കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളതായി. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോറും മീൻപീരയും ചീര തോരനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. പിന്നെ ശക്കലം ചോറ് കഴിച്ചു. വേറൊന്നും ഞാൻ കഴിച്ചില്ല, പൊറോട്ടയൊന്നും കഴിച്ചില്ല കേട്ടോ, വേണ്ടായിരുന്നു. അങ്ങനെ ജല്ലിക്കെട്ട് കണ്ടു കഴിഞ്ഞ് നമ്മൾ വീടെത്തി. ഇതോടുകൂടി നമ്മുടെ ജല്ലിക്കെട്ട് വിശേഷം ഇവിടെ കഴിയാണ്. പുതിയൊരു നല്ല വീഡിയോ ഇട്ടിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.